അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാൻ വിചാരിച്ചു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, പീക്കോക്കിൻ്റെ ഷേപ്പിലുള്ളത്. പിന്നെ ചെറിയ ചെറിയ ഒരു പോണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആമ്പല്, അതുപോലെ ലോട്ടസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിറയെ മുളക്കാടുകളായിരുന്നു കേട്ടോ. ഇതിൽ ഞാനിങ്ങനെ ചെറുങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ അത് എന്തൊക്കെയാണെന്നൊന്നും കാണുന്നുമില്ല. എന്തൊക്കെ ഔഷധ സമ്പന്നമായിട്ടുള്ളതും പിന്നെ നല്ല ചെടികളൊക്കെയാണ് കേട്ടോ. പിന്നെ ആ കാണുന്നൊരു ടവറാണ് കേട്ടോ. നമ്മൾ ആ ടവറിലേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ചെറിയ കൈതച്ചക്ക. ഇത് ഇവർ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തു നല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടവറിൻ്റെ മേളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ടവറിൻ്റെ മേലെ നിന്നിട്ടുള്ള താഴത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അത് ആസ്വദിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഗാർഡൻ എല്ലാം ചുറ്റി കണ്ട മാതിരി തന്നെയാണ്, എല്ലാം കാണാമായിരുന്നു. ഇതിന് മുന്നിൽ നിന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എൻ്റെ അനിയത്തികൾ എന്നെ കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഭദ്രകാളികൾ പറഞ്ഞിട്ട്. അവർക്ക് എന്നെ മെയിനായിട്ട് ഊക്കൽ തന്നെയാണ് പണി. പിന്നെ കുറേ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഒരു കുരങ്ങ അങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വന്നു, ഞാൻ പേടിച്ചു പോയി. ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും ഈ ഒരു യാത്ര കേട്ടോ. ഇനി ഞങ്ങൾക്ക് റിട്ടേൺ ട്രെയിൻ എന്ന് പറയുന്നത് 4:22 കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. 2:30 ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പം ഞങ്ങൾ അവിടെ കിട്ടുന്ന മലപ്പുറം, അതായത് നിലമ്പൂരിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ പെരിഫെരി അൽഫാമും അഫ്ഗാനി അൽഫാമും ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായത്. ഓക്കെ, ബൈ, താങ്ക് യു.